Hi friends, today we are going to discuss the textile activities of the scholarship jacket. Scholarship jacket in the textile activities ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, read the following sentence from the story. അല്ലെ, നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കാം. The pounding in my ears drowned out the rest of the words. Only a word here and there filtered through. അല്ലെ, അവര് ഇങ്ങനെ ആർഗ്യുമെന്റ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കുറച്ച് വേർഡുകൾ അവർ ഒരുപാട് ഇങ്ങനെ അവരുടെ ചെവിയിലൂടെ ഇങ്ങനെ കേട്ടോട് പോവാണ്. ചിലതൊക്കെ അവരിങ്ങനെ തറച്ച് കയറുകയാണ്. അത് ചില വേർഡുകൾ ഇങ്ങനെ ഇടയിലൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ബാക്കിയൊന്നും കംപ്ലീറ്റ് കേൾക്കുന്നില്ല, ഷോക്ക് കാരണം. അപ്പൊ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ കേൾക്കുന്ന വേർഡുകളാണ് മാർത്ത ഈസ് മെക്സിക്കൻ. മാർത്ത എന്താണ്? ഒരു മെക്സിക്കൻ കാരിയാണ്. റിസൈൻ, രാജിവെക്കുക. വോണ്ട് ഡു ഇറ്റ്, അതല്ലാതെ വേറൊന്നും തന്നെ ചെയ്യാനില്ല. വാട്ട് ഡിഡ് ദ ടീച്ചർ മീൻ ബൈ ദിസ് സ്റ്റേറ്റ്മെന്റ്? മാർത്ത ഈസ് എ മെക്സിക്കൻ. മാർത്ത ഒരു മെക്സിക്കൻ ആണെന്ന് എന്തുകൊണ്ടാണ് ആ ടീച്ചർ ഉദ്ദേശിച്ചത്? ആൻസർ, their exit widespread racial discrimination against the Mexican community in America. അല്ലെ മക്കളെ, ആ ടൈമിലായിട്ട് ഭയങ്കരമായിട്ട് വൈൽഡ് സ്പ്രെഡ് ആയിട്ട് തന്നെ എന്തുണ്ടായിരുന്നു? ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, their exit widespread racial discrimination against the Mexican community in the America. അല്ലെ, അമേരിക്കയില് കുടിയേറി പാർക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുടിയേറി പാർത്ത് വരുന്നവരാണ് ഈ മെക്സിക്കൻകാർ കേട്ടോ. അവരെ ടെക്സസ് എന്ന് പറഞ്ഞ പ്ലേസിലോട്ട് മെക്സിക്കയിൽ നിന്ന് കുടിയേറി പാർക്കുക. അങ്ങനെ മെക്സിക്കൻ അമേരിക്കൻ എന്നാണ് അവരെ വിളിച്ചിരുന്നത് കേട്ടോ. അവര് അമേരിക്ക രണ്ട് കൈയും വീട്ടിയിട്ടാണ് അവർ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവും ഒരു ഡിസ്ക്രിമിനേഷൻ. അങ്ങനെ പല മേഖലയിലും അവരൊരു വേർതിരിവ്, ഡിസ്ക്രിമിനേഷൻ പറഞ്ഞാൽ വേർതിരിവ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു വേറെ കാണാന്ന് പറയില്ലേ, അതേപോലെ ഒരു ഫേസ് അവർ ചെയ്തിട്ടുണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി. ഓക്കെ, മാർത്ത ഈസ് എ മെക്സിക്കൻ അമേരിക്കൻ ഗേൾ ഹു ലിവ് ഇൻ ടെക്സസ്. മാർത്തയും ആരായിരുന്നു? ഒരു മെക്സിക്കൻ അമേരിക്കൻ ഗേൾ ആയിരുന്നു, ടെക്സസിൽ താമസിക്കുന്ന. ദെൻ മെക്സിക്കൻ ഓഫൻ ഫേസ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പലപ്പോഴും അവരുടെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അവരുടെ ആ വർഗത്തിന്റെ ഒരു വേർതിരിവ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൻസ് ദ ടീച്ചർ ഡിസ്മിസ്ഡ് എനി തോട്ട് ഓഫ് മാർത്ത ഗെറ്റിംഗ് ദ അവാർഡ്. അല്ലെ, ദ റൈറ്റർ ഈസ് ട്രൈങ് ടു പോയിന്റ് ഔട്ട് ദ ഫാക്ട് that even educational institutions were not free from the charges of the racism. അല്ലെ, ഇവിടെ റൈറ്റർ ഉദ്ദേശിച്ചത് ഈവൻ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും വ്യത്യാസം കാണിക്കുന്നുണ്ട്. സാധാരണ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ കാണിക്കുമ്പോൾ ഓക്കെ, അവർക്ക് ഈ പറഞ്ഞ മാതിരി വിവരമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയും അല്ലെ. പക്ഷെ വിദ്യാഭ്യാസമുള്ള ആളുകളിൽ പോലും, ഈവൻ വിദ്യാഭ്യാസം ഇൻസ്റ്റിറ്റ്യൂഷനിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും റേസിസം അല്ലെ, വർഗത്തിന്റെ ആ വർഗീയത അല്ലെ, അവിടെ പോലും എന്തുണ്ട്? ആ വർഗീയത അപ്പോഴും ഉണ്ടായിരുന്നു അല്ലെ. അവര് വേറെ കമ്മ്യൂണിറ്റി, നമ്മൾ വേറെ കമ്മ്യൂണിറ്റി, അവര് വേറെ നാട്, നമ്മൾ ആ ഒരു വ്യത്യാസം അവിടെ പോലും നിലനിന്നിരുന്നു എന്നാണ് റൈറ്റർ ആ ഒരു വേർഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ദെൻ ആക്ടിവിറ്റി 2, ജൊഹാൻ വാസ് recommended by Mr. Boone for the scholarship jacket. അല്ലെ, നമ്മുടെ ജോവാൻ ഇല്ലേ, ജോവാൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ജോവാൻ എന്നും പറയാട്ടോ. അപ്പൊ ജോവാൻ വാസ് റെക്കമെൻഡഡ് ബൈ മിസ്റ്റർ ബൂൺ. എന്താണ് ജോവാന് മിസ്റ്റർ ബൂൺ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം? ഇവഞ്ച്വലി ഇറ്റ് വാസ് മാർത്ത ഹൂ വൺ ദ ജാക്കറ്റ്. അല്ലെ, മാർത്തക്കാണ് ശരിക്ക് ജാക്കറ്റ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിലും ജോവാനാണ് മിസ്റ്റർ ബൂൺ റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അതിനെ കുറിച്ച് നമ്മളോട് എന്ത് ചെയ്യാണ്? narrate the event that led to the Martha's winning scholarship jacket. അല്ലെ, മാർത്തക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാനുള്ളായിരുന്ന ആ ഒരു കഥയുണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് നരേറ്റ് ചെയ്ത് പറയാം കേട്ടോ. ക്ലിയർ? Martha was a smart girl who maintained a straight A+ grade in the last 8 years. അല്ലെ, മാർത്ത വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു 8 years ആയിട്ട് എല്ലാ വർഷം A+ ഗ്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. And when Martha informed her grandfather to pay $15 for the jacket, അല്ലെ, മാർത്ത അവളുടെ അച്ഛനോട് പ്രിൻസിപ്പാള് $15 തന്നാലുള്ള ജാക്കറ്റ് കിട്ടുക എന്നുള്ളത് ഇൻഫോം ചെയ്തപ്പോൾ he said that it would be a scholarship jacket if you had to pay for it. അല്ലെ, നീ അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലെ, നീ അത് പൈസ കൊടുത്ത് വാങ്ങിയാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല എന്ന് പറഞ്ഞു. മാർത്ത എക്സ്പ്രസ് ദ സെയിം തോട്ട് സിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രിൻസിപ്പൽ. അല്ലെ,
മാർത്ത ആ സെയിം ഐഡിയ അതേ ലാഘവത്തോടു കൂടി അതിന്റെ ആ ഒരു ആയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രിൻസിപ്പാളിന്റെ മുമ്പിലും അത് അവതരിപ്പിച്ചു. ഹി റിയലൈസ് ദ മിസ്റ്റേക്ക് ആൻഡ് ഇവൻച്വലി ഗേവ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ടു മാർത്ത. അല്ലെ, അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് കൊടുത്തു. ആസ് ട്രൂലി ഷീ ഡിസേർവ്ഡ്. ശരിക്കും അവൾക്ക് അർഹതപ്പെട്ടത് എന്താണ്? തീർത്തും അവൾക്ക് അർഹതപ്പെട്ടത് അദ്ദേഹം അവൾക്ക് കൊടുത്തു. അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ പല കാര്യങ്ങളും ആഡ് ചെയ്യാം കേട്ടോ. അവർ തമ്മിൽ ടീച്ചേഴ്സിന്റെ ആർഗ്യുമെന്റ്സ് ആഡ് ചെയ്യാം. പ്രിൻസിപ്പാളിന്റെ റൂമിൽ ഇരുന്ന് മാർത്ത സംസാരിച്ചത് അതും ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. Then activity 3. Martha is the protagonist of the story. അല്ലെ, മെയിൻ ഹീറോയിൻ അല്ലെ, ഹീറോ ആണ് മാർത്ത. There are other characters who contribute to the main events of the story. അല്ലെ, നമ്മൾ ഇതിൽ വേറെയും ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട്. Pick out the instance from the story that they reveal the role played by them and complete the table below. അല്ലെ, table given. ഇതിൽ വേറെയും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ആരൊക്കെയാണ് എന്നാണ് കേട്ടോ. അപ്പൊ ടേബിൾ ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആണ്, നിങ്ങൾക്കത് ടേബിളിലോട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഗ്രാൻഡ് ഫാദർ. Then if you pay for it, Martha, it's not a scholarship jacket, is it? Tell your principal I will not pay the $15. അല്ലെ, ഗ്രാൻഡ് ഫാദറിന്റെ ഡയലോഗ് ആണ്. ഞാൻ നിനക്ക് അതിനുള്ള പൈസ തരികയാണെങ്കിൽ അതൊരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവുകയില്ല. നീ നിന്റെ പ്രിൻസിപ്പാളിനോട് പോയിട്ട് ഞാൻ അതിനുള്ള പേയ്മെന്റ് തരികയില്ല എന്ന് പറയുക. ഓക്കെ, ഇത്രയുമാണ് ഗ്രാൻഡ് ഫാദറിന്റെ ഇതിൽ വരുന്ന dialogues. Okay, then principal, Martha, he said there has been a change in policy this year regarding the scholarship jacket. As you know, it has always been free. അല്ലെ, ഈ വർഷം നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ പോളിസിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അല്ലെ, നിനക്കറിയാലോ അത് എല്ലാ വർഷവും ഫ്രീ ആയിരുന്നു എന്ന്. He cleared his throat and continued, this year the board has decided to charge $15, which still won't be cover the complete cost of the jacket. അദ്ദേഹത്തിന്റെ ശബ്ദവും തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും തുടങ്ങി. ഈ വർഷം ബോർഡ് മെമ്പേഴ്സ് പോളിസിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. $15 കൊടുത്താൽ മാത്രമേ ഈ വർഷം ജാക്കറ്റ് ലഭിക്കുകയുള്ളൂ. $15 കൊടുത്താൽ പോലും അത് ആ ജാക്കറ്റിന്റെ വില ആവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മിസ്റ്റർ ബൂൺ, ലുക്ക്, ജവാൻസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്. അല്ലെ, എന്താ പറയുന്നത്? നമ്മുടെ ജവാന്റെ ഫാദർ എന്താണെന്നാണ് പറയുന്നത്? ആ ബോർഡിലെ ഒരു ബോർഡ് മെമ്പർ മാത്രമല്ല, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ദ ടൗൺ. ടൗണിൽ ഒരേ ഒരു സ്റ്റോർ ഉള്ളത് അദ്ദേഹത്തിനാണ്. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടു ടൈ. മാർത്ത ഇസ് എ മെക്സിക്കൻ, റിസൈൻ വോണ്ട് ഇറ്റ്. അല്ലെ, നമുക്ക് അദ്ദേഹമായിട്ട് ഒരു ക്ലോസ് ടൈ ഉണ്ടാക്കി നമുക്ക് മെച്ചാണ്. അത് മാർത്ത അല്ല, മാർത്ത എന്താണ്? ഒരു മെക്സിക്കൻ ആണ്, രാജിവെക്കുക, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഇങ്ങനെയുള്ള ഡയലോഗ്സുകളൊക്കെയാണ് മിസ്റ്റർ ബൂൺ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മിസ്റ്റർ സ്മിത്ത് ആണ്. I refuse to do it. ഞാൻ തീർത്തും എതിർക്കുന്നു. I don't care who her father is. അവളുടെ ഫാദർ ആരാന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. Her grade don't even begin to compare to Martha's. ഒരിക്കലും അവളുടെ ഗ്രേഡ് മാർത്തയുടെ ഗ്രേഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. I won't lie or falsify records. ഞാൻ ഒരിക്കലും റെക്കോർഡ്സുകൾ തെറ്റ് ഉണ്ടാവില്ല. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. മാർത്ത ഹാസ് എ സ്ട്രൈറ്റ് A+ ആവറേജ്, യു നോ ഇറ്റ്. മാർത്ത വളരെ കറക്റ്റ് ആയിട്ട് A+ ഒക്കെ വാങ്ങുന്ന നല്ല മിടുക്കി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് താങ്കൾക്ക് അറിയില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. നോക്കാം. Now write a paragraph about each of the above characters and present before the class. അല്ലെ, അപ്പൊ നമ്മൾ ആ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു. ആ ഡയലോഗിലൂടെ തന്നെ നമുക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരെ കുറിച്ച് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. ഓരോരുത്തരെ കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് നോക്കാം. ദ ഗ്രാൻഡ് ഫാദർ ഈസ് എ വളരെ പാഷൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ദ കെയറിംഗ് പേഴ്സൺ. വളരെ പാഷൻ്റെ ആയിട്ടും ഹാർഡ് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. The experience in life made him strong and equipped him to take the right decision. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തെ വളരെ സ്ട്രോങ് ആക്കുകയും റൈറ്റ് ഡിസിഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. The grandfather is a very strong presence and great influence. അല്ലെ, സ്ട്രോങ് പേഴ്സൺ ആണ് കേട്ടോ. ഗ്രാൻഡ് ഫാദർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ
മാർത്തയുടെ ലൈഫിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ് ഷീ റിട്ടേൺസ് ടു ഹർ ഗ്രാൻഡ് ഫാദർ ഫോർ ദ ഗൈഡൻസ്. അവളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് അവൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ടൈമിലൊക്കെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവളുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് അതിനുള്ള ഉപദേശം, അതിനുള്ള ഗൈഡൻസും കൊണ്ട് അവൾ അവളുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. അവളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലൊക്കെ അവള് സൊല്യൂഷൻ ചോദിച്ചിട്ട് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്താണ് പോവുക. അദ്ദേഹം വളരെ വിസ്ഡം ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസുകൾ കൊണ്ടായിരിക്കാം അദ്ദേഹം ലൈഫിൽ ഇത്രയും നല്ല ഡിസിഷൻസും വളരെ വിജ്ഞാനമുള്ളൊരു വ്യക്തിയായി മാറിയത്. The next, the man of few words, he makes Martha realize the insignificance of the money assigned as the cost of the scholarship jacket. അല്ലെ, അദ്ദേഹത്തിന്റെ വളരെ ചെറിയ 2-3 വേർഡ് അല്ലെ, അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വേർഡായിരുന്നു, ഓർമ്മയില്ലേ? എന്താണ്? പൈസ കൊടുത്ത് വാങ്ങിയാൽ അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവുമോ എന്നുള്ള ഒരു ചോദ്യം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരൊറ്റ വേർഡാണ്. പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പലതും കിട്ടില്ല, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒന്നല്ല സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് മാർത്തയ്ക്ക് മനസ്സിലായത്. ബട്ട് ഹി ടെൽസ് ഹർ ദാറ്റ് ദ വുഡന്റ് പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഹി ഡസ് ദിസ് ടു ഹർ റിയലൈസ് ദാറ്റ് there are greater things in life that money cannot buy. അല്ലെ, അദ്ദേഹം പറഞ്ഞു ഒരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റിന് പൈസ തരില്ല എന്നും. അതിൽ നിന്ന് മാർത്തയ്ക്ക് എന്ത് മനസ്സിലായി? പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത പലതും ഉണ്ട്, എക്സ്പെഷ്യലി ഹോണേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും അല്ലെ, അതും അവർക്ക് മനസ്സിലായി. ത്രൂ ഹിസ് ഡിസിഷൻ ഹി ടീച്ചസ് ഹിസ് ഗ്രാൻഡ് ഡോട്ടേഴ്സ് വാല്യൂസ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ദ സെൽഫ് റെസ്പെക്ട് ഇസ് ആൻ ഇൻഡിവിജ്വൽ ലൈഫ്. അല്ലെ, അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലൂടെ വാല്യൂസ് ഓഫ് ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്റ്റും എല്ലാം എന്ത് ചെയ്തു? മാർത്ത എന്ന് പറയുന്ന ആ കൊച്ചു പെൺകുട്ടിക്ക് അദ്ദേഹം ആ ഒരു വാക്കിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. Then the principal. The principal is an honest man. വളരെ ഹോണസ്റ്റ് ആയിട്ട് സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. The influence of some others forced to tell him that the scholarship jacket cost $15. അല്ലെ, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, സത്യസന്ധനായ മനുഷ്യനായിരുന്നു. പക്ഷെ മറ്റുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ്, മറ്റുള്ള ആളുകളുടെ സ്വാധീനം കാരണം സ്കോളർഷിപ്പ് ജാക്കറ്റിന് പൈസ വേണമെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. When Martha explained dejectedly to the principal as to why she could not have the scholarship jacket, the principal, feeling guilty, told Martha that she would have the scholarship jacket which she rightly deserved. അല്ലെ, അവളുടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള അവളുടെ ആ ഡയലോഗ്സ് ഉണ്ടല്ലോ, എന്ത് സ്കോളർഷിപ്പ് ജാക്കറ്റിന് പൈസ തന്നതാവുമോ എന്നുള്ള ആ മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞപ്പോൾ, അതിന്റെ കാര്യം പറഞ്ഞപ്പോ ആ വാല്യൂ അവര് മാർത്ത എക്സ്പ്ലെയിൻ ചെയ്തപ്പോ അദ്ദേഹത്തിന് ഗിൽറ്റി തോന്നുകയും കുറ്റബോധം തോന്നുകയും അദ്ദേഹം അത് എന്ത് ചെയ്തു? മാർത്തക്ക് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാമെന്നുള്ള ഡിസിഷൻ എടുക്കുകയും അത് കറക്റ്റായ വ്യക്തി തന്നെ കൊടുത്തു എന്നുള്ളൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അല്ലെ, Then Mr. Boone, Martha's teacher, was arguing his Javan's favor since her father was a member of the board. ജവാൻ ആ സ്വർണ്ണ ജാക്കറ്റ് അല്ലെ, നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കണം എന്ന് പറയുകയും അതിനുള്ള റീസൺ ആയിട്ട് അവളുടെ അച്ഛന് ബോർഡ് മെമ്പർ ആണ് എന്നുള്ളതും, അതുപോലെ വെരി വെൽ നോൺ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ മാൻ ആണ് എന്നുള്ളതും അദ്ദേഹം ആർഗ്യൂ ചെയ്യും. He introduced Martha as a Mexican girl. Through his words we can understand the truth that the Mexican often face racial discrimination. അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞത്, മാർത്ത ഒരു മെക്സിക്കൻ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അവിടെ ഇപ്പോഴും എന്തുണ്ട്? മെക്സിക്കൻകാർ ഇപ്പോഴും ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെ, അവരുടെ വർണ്ണത്തിന്റെ പേരിൽ ഇപ്പോഴും ഒരു വേർതിരിവ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. Here we can understand the fact that even educational institutions were not free from the charges of the transition. അല്ലെ, നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും ഇപ്പോഴും വർണ്ണവിവേചനത്തിൽ നിന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നല്ലേ. നമ്മുടെ നാട്ടിലൊന്നും പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ മക്കളെ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, പണ്ടൊക്കെ നമ്മുടെ താന്ന ഇതിലുള്ള ആളുകളൊക്കെ അല്ലെ, പഠിക്കുന്ന ആളുകളൊക്കെ എന്താണ് പണ്ടൊക്കെ നമ്മൾ തന്നെ പറയായിരുന്നു അല്ലെ, ഈ SC ST ഇങ്ങനെ ഓവർ കാസ്റ്റ് ഇതിലൊക്കെ പെടുന്ന കുട്ടികളിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഒന്നുമില്ല അല്ലെ, ഇപ്പൊ എല്ലാവരും ഒരേപോലെയാണ് അല്ലെ. എന്താണ്, ഒരു മാറ്റവും ഇല്ല. ഒരു മതത്തിന്റെ പേരിലോ അതുപോലെ ജാതിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ ഒന്നും ഇപ്പൊ എന്തില്ല, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല അല്ലെ. നമ്മളെല്ലാവരും എന്താണ് മക്കളെ, കട്ട ഫ്രണ്ട്സ് ആണ് അല്ലെ. ഇപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. Then Mr. Smith.
മിസ്റ്റർ സ്മിത്ത് ക്യാരക്ടർ ഇസ് entirely different from that മിസ്റ്റർ ബോൺ. മിസ്റ്റർ ബോണിന്റെ നിന്നും entirely different ആയിട്ടുള്ള സ്വഭാവമാണ് മിസ്റ്റർ സ്മിത്തിന്റെ. ദ മാത്സ് ടീച്ചർ സ്പീക്സ് ഇൻ ഫേവർ ഓഫ് ദ മാർത്ത, അല്ലെ? മാത്സ് ടീച്ചർ ആണ് മാർത്തക്ക് വളരെ ഫേവർ ആയിട്ട്, മാർത്തക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. ഈസ് ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ദാൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ സ്റ്റാറ്റസും റേഷ്യൽ ഡിസ്ക്രിമിനേഷനും ഒക്കെ കൂടുതൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനായിരുന്നു? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, അല്ലെ? അതുകൊണ്ടാണ് മാർത്തക്ക് എല്ലാത്തിനും A+ ആണ്, അവൾക്ക് തന്നെ കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. Then activity 4. After receiving the scholarship jacket, Martha delivers a speech. Prepare the speech and present it before, അല്ലെ? ഓക്കെ, മാർത്തക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുമ്പോ അന്ന് ഉറപ്പല്ലേ മാർത്തക്ക് പ്രസംഗിക്കാൻ ഒരു അവസരം കൊടുത്തിട്ടുണ്ടാവും. ഷുവർ ആണല്ലേ മക്കളെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ഉറപ്പിക്കാം, അല്ലെ? അപ്പൊ മാർത്തക്ക് എന്ത് ചെയ്തു? പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി, മാർത്ത ഒന്ന് പ്രസംഗിക്കുകയാണ്, അല്ലെ? നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്പീച്ച് എന്നുള്ളത്. നോക്കാം. Respected teachers and my dear friends, അല്ലെ? നിർബന്ധമാണല്ലോ മക്കളെ, അതില്ലാതെ സ്പീച്ച് ആവില്ല, അല്ലെ? Good morning to all. Today as I am standing here to holding this jacket that I strived hard for, I am overwhelmed with mixed feelings, അല്ലെ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തിനാണ്? ഈ ജാക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ എം ഓവർവെൽമഡ് വിത്ത് മിക്സ്ഡ് ഫീലിങ്സ്. ഓവർവെൽമഡ് ഓവറായിട്ട്, സന്തോഷവും സങ്കടമൊക്കെ ഓവറായിട്ട് വരില്ല, ഇനി ഓവർവെൽമഡ് അല്ലെ? ഓവർ ഫീലിംഗഡ് ആണ്, അല്ലെ? ഞാൻ ഈ ഒരു നിമിഷം സന്തോഷത്തിലാ, എനിക്ക് എന്താണ് എന്റെ ഫീലിങ്സുകൾ എനിക്ക് ഓവറായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഈ നിമിഷം എന്റെ ഫീലിങ്സുകൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്ന്. ഐ താങ്ക് മൈ ഫാമിലി. ഞാൻ എന്റെ ഫാമിലിക്ക് നന്ദി പറയുന്നു, ഫ്രണ്ട്സിന് നന്ദി പറയുന്നു. ആൻഡ് ടീച്ചേഴ്സ് ഫോർ മേക്കിംഗ് മീ റിയലൈസ് ദാറ്റ് ഐ ഡിസേർവ് ദ ജാക്കറ്റ്, അല്ലെ? അതുപോലെ ഈ ജാക്കറ്റിന് എനിക്ക് അർഹത ഉണ്ട് എന്ന് ഡിസേർവ് ചെയ്ത് തന്നിട്ടുള്ള എന്റെ ടീച്ചേഴ്സിനും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു. My journey towards achieving what I proudly have today, I have taught me great lessons in life which I would cherish for a lifetime. My journey towards achieving what I proudly hold today, അല്ലെ? ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഇവിടെ ഇപ്പൊ ഈ അച്ചീവ് ചെയ്തിട്ടുള്ള ഈ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള എന്റെ യാത്ര ഹാസ് ടോട്ട് മീ ഗ്രേറ്റ് ലെസൺസ് ഇൻ ലൈഫ്. എന്നെ ഒരുപാട് പാഠങ്ങൾ ഈ ഒരു യാത്രയിലൂടെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. Grandpa, I will always remember your words. മുത്തശ്ശൻ, എന്റെ മുത്തശ്ശന്റെ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. Thank you. Yes, I was sad when I was informed about the change in policy, അല്ലെ? ഓക്കെ, തീർത്തും മുത്തശ്ശ നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോട് ആ പോളിസി മാറ്റുന്നത് വന്ന് പറഞ്ഞപ്പോ തീർത്തും ഞാൻ എന്തായിരുന്നു? സങ്കടത്തിൽ തന്നെയായിരുന്നു. But God listened to my prayers. പക്ഷെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. So here I am holding this jacket I always longed for. Thank you, അല്ലെ? ഈ നിമിഷം ഈ ജാക്കറ്റ് കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്താണ്? ഒരുപാട് സന്തോഷവതിയാണ്, അല്ലെ? ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അതുപോലെ മുത്തശ്ശനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് നന്ദി പറയുന്നുണ്ട്. താങ്ക് യു, അല്ലെ? വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് വാക്കുകളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം. Then activity 5. The management decided to change the policy regarding the scholarship jacket. The principal feels uncomfortable and unhappy about this change, അല്ലെ? മാനേജ്മെന്റ് പെട്ടെന്ന് ഒരു ഡിസിഷൻ ഒക്കെ എടുത്ത് പൈസ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പാൾ എന്തായി? ഭയങ്കര ഒരു സങ്കടത്തിലായി. കാരണം അദ്ദേഹം വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. He expressed his resentment and letter to the management, അല്ലെ? Write the likely letter. You can refer to the format given the unit 1, അല്ലെ? യൂണിറ്റ് 2 നമ്മള് ഇതിന്റെ ഒരു ഫോർമാറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ലെറ്റർ എഴുതാനുള്ള ഫോർമാറ്റ്, ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ ഒക്കെ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ പോളിസിയോട് താല്പര്യമില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാനേജ്മെന്റിന് ഒരു ലെറ്റർ എഴുതാൻ പോവാണ്. ആ ലെറ്റർ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് തന്നെ ഫ്രം കൊടുക്കും, അല്ലെ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെറ്റർ എഴുതുമ്പോൾ ഫ്രമും ടൂവും മറക്കാനും ഒന്ന് മാത്രം ഓർത്താൽ മതി. ലെറ്റർ എഴുതുന്നത് ആരാ? കഷ്ടപ്പെട്ട് ലെറ്റർ എഴുതുന്ന ആരാ? നമ്മളല്ലേ? അപ്പൊ നമ്മുടെ അഡ്രസ് ആദ്യം കൊടുക്കണം. ഇതാണ് ഞാൻ അന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫ്രം ആണ് ടു ആണ് ആദ്യം വരിക എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ലെറ്റർ എഴുതുന്നത് ആരാണോ അവരുടെ അഡ്രസ് ആദ്യം. അപ്പൊ ഫ്രം ആദ്യം കേട്ടോ. ഫ്രം ദ പ്രിൻസിപ്പാൾ ടെക്സസ് സ്കൂൾ, ഇത് എഴുതുന്നത് പ്രിൻസിപ്പാൾ ആണ് കേട്ടോ. ദെൻ ടു ആർക്കാണ് എഴുതുന്നത്? ദ മാനേജർ ടെക്സസ് സ്കൂളിലെ. അതുപോലെ
സാർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ഓക്കെ, I read this letter to express my concern over the sudden change the policy regarding the scholarship jacket. സ്കോളർഷിപ്പ് ജാക്കറ്റിൽ പെട്ടെന്ന് വന്ന മാറ്റത്തെ പരിഗണിച്ചുകൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് അത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. It is a school's tradition which is carried out every year to award the beautiful gold and green jacket to the class valedictorian, the students who had maintained the highest ഗ്രേഡ് ഫോർ 8 years. അല്ലെ, എല്ലാ വർഷവും നമ്മുടെ സ്കൂളിൽ ഹയസ്റ്റ് സ്കോർ നൽകുന്ന കുട്ടിക്ക് വാലഡിറ്റോറിയന് കൊടുക്കുന്ന ഒരു ജാക്കറ്റ് ആയിരുന്നു ഇത് എന്ന് പറയുന്നത്. എല്ലാ വർഷവും പരമ്പര ട്രഡീഷൻ ആയിട്ട് നമ്മൾ പിന്തുടർന്നു വന്നതാണ്. മാർത്ത, ആസ് വി ഓൾ നോ, ഈസ് അൺഡൗട്ട്ബിളി ദ ഓൺലി ഡിസേർവിംഗ് കാൻഡിഡേറ്റ്സ് ആസ് ഷീ ഹാസ് ദ സ്ട്രൈറ്റ് A+ ആവറേജ്. നമുക്ക് എല്ലാവർക്കും തീർത്തും, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും തീർത്തും അറിയാം, ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും, ആ ഒരു ജാക്കറ്റിന് 100% അർഹത ആർക്ക് തന്നെയാണ്? നമ്മുടെ മാർത്തക്ക് തന്നെയാണ്. മാർത്ത, ആസ് വി ഓൾ നോ, ഈസ് അൺഡൗട്ട്ബിളി ഓൺലി ഡിസേർവിംഗ് കാൻഡിഡേറ്റ് ആസ് ഷി വാസ് സ്ട്രൈറ്റ് A+ ആവറേജ്. ക്ലിയർ? Then she has worked hard with a great conviction and dedication to achieve her goal. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവളുടെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ അവൾ ഒരുപാട് ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്, അവളുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ. I consider it inappropriate and against the rule of our institution to falsify record and bring out the sudden change in the policy to please the particular individual. I consider it is an inappropriate and against rule. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തീർത്തും എന്താണ്? ന്യായമല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ സ്കൂളിനും അവിടുത്തെ നിയമങ്ങൾക്കുമെതിരെ, അതുപോലെ റെക്കോർഡ്സുകളൊക്കെ തിരുത്തുക എന്നുള്ളത്, ഒരു പുതിയത് കൊണ്ടുവരിക, പെട്ടെന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെ, അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് എ ട്രഡീഷൻ ഓഫ് ദ ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് അവർ സ്റ്റുഡൻസ്. അല്ലെ, നമ്മുടെ ബെസ്റ്റ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു ട്രഡീഷൻ ആയിട്ട് കൊടുത്തു വരുന്ന ഒരു കാര്യം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് എന്താവണം? അത് അതേപോലെ തന്നെ ആവണം. ദിസ് ചേഞ്ച് ദ പോളിസി റിഫ്യൂട്ട്സ് ഓൾ അവർ ബിലീവ്സ്. അല്ലെ, ഈ പെട്ടെന്നുള്ള ഈ മാറ്റം നമ്മളിൽ ആളുകൾ തന്നിട്ടുള്ള വിശ്വാസത്തെ എന്ത് ചെയ്യും? അത് ബാധിക്കും. മോർ ഓവർ, അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് സാഡനിങ് ടു ഹേർട്ട് ദ സെന്റിമെന്റ്സ് ഓഫ് എ യങ് ഗേൾ ഹു ഹാഡ് വർക്ക് സോ ഹാർഡ്. അതിനുമൊക്കെ അപ്പുറം, അല്ലെ, ഇതിനുമെല്ലാം അപ്പുറം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സിന് അതെന്ത് തട്ടിക്കും? വേദന. അല്ലെ, അവളുടെ മനസ്സിന്, അവളുടെ ഹാർഡ് വർക്കിന് അതെന്താണ് മക്കളെ? ഹേർട്ട് ചെയ്യും. അല്ലെ, ഹെൻസ് ഐ റിക്വസ്റ്റ് ടു മാനേജ്മെന്റ് ടു റീകൺസിഡർ ദ ചേഞ്ച് ഇൻ പോളിസി ആൻഡ് അറൈവ് അറ്റ് എ ഫേവറബിൾ ഡിസിഷൻ. അല്ലെ, അതുകൊണ്ടെല്ലാം ഞാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ മാനേജ്മെന്റിനോട് ഞാൻ എന്തിനപേക്ഷിക്കുകയാണ്? ഈ പോളിസിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഒന്നും കൂടെയൊക്കെ അതെന്ത് ചെയ്യുക? ചിന്തിച്ചിട്ട് അതൊന്നും കൂടെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ആ ചേഞ്ച് ഒന്നും കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് പരിഗണിക്കുക. എന്നിട്ട് ഒരു നല്ല ഡിസിഷൻ, അത് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള, അല്ലെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. യുവർ ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ, പ്രിൻസിപ്പൽ. ക്ലിയർ? Then activity 6. Here Martha tells her own story. അല്ലെ, മാർത്ത ഇവിടെ അവളുടെ സ്വന്തം കഥയാണ് പറയുന്നത്. ഇമാജിൻ ദാറ്റ് യു ആർ എ ഫ്രണ്ട് ഓഫ് മാർത്ത. ഇവിടെ നിങ്ങൾ വിചാരിക്കുക മാർത്ത നിങ്ങളുടെ ഫ്രണ്ടാണ്. ആൻഡ് യു നോ എവറിഥിങ് ദാറ്റ് ഹാപ്പൻ ഇൻ ഹർ ലൈഫ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇഷ്യൂ ഓഫ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാർത്തയുടെ ലൈഫിലുണ്ടായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, കാരണം അവൾ നിങ്ങളുടെ ഫ്രണ്ട് ആണല്ലോ. ഇഫ് യു നാരേറ്റ് ദ സ്റ്റോറി, how would you do it? Write the likely narrative. ഇനി ആ സ്റ്റോറി എന്ത് ചെയ്യാൻ? നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് പറയാം. ഇത് മാർത്ത എനിക്ക് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ മാർത്തക്ക് അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഥ മാറ്റണം. The small Texas school where Martha went to had the tradition of awarding a gold and green scholarship jacket every year to the 8th grade valedictorian. മാർത്ത പഠിക്കുന്ന ചെറിയൊരു സ്മോൾ ടെക്സസ് സ്കൂളിൽ വളരെ പരമ്പരാഗതമായിട്ട് വരുന്ന ഒരു രീതി എന്തെന്ന് വെച്ചാൽ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുക. അത് എല്ലാ വർഷത്തിന്റെ 8 years കൂടുമ്പോഴാണ് അത് കൊടുക്കാറുള്ളത്. അല്ലെ, ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടിക്ക്. Martha expected to win the jacket because she was a smart girl who maintained an A+ average for the last 8 years. അല്ലെ, മാർത്ത നന്നായിട്ട് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മാർത്ത. അവളെ A+ 8 വർഷത്തോളമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്.
One evening, she happened to overhear a conversation between two of her teachers. ഒരു ഈവനിങ്ങിൽ അവൾ അവളുടെ രണ്ട് ടീച്ചേഴ്സ് തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ്, ഒരു തർക്ക രീതിയിലുള്ള ഒരു സംഭാഷണം കേൾക്കാൻ ഇടവരികയാണ്. She was shocked to hear that the board had an intention to give the jacket to Jawan. അല്ലെ, അവള് ഷോക്ക് ആവാണ്. ബോർഡ് മെമ്പേഴ്സിനും ബോർഡിലുള്ള ആളുകൾക്കും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആർക്ക്, ജവാന് കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ. ഹൂസ് ഫാദർ വാസ് ഓൺ ദ ബോർഡ്. അവളുടെ ഫാദർ എന്തുണ്ടായിരുന്നു, അതിലെ ബോർഡ് മെമ്പർ ആയിരുന്നു. അല്ലെ, നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, the principal told her that the jacket was going to cost $15 that year. അടുത്ത ദിവസം പ്രിൻസിപ്പാൾ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, സ്കോളർഷിപ്പ് ജാക്കറ്റിന് എന്ത് വേണം, $15 ഈ വർഷം മുതൽ കൊടുക്കണം. ഓക്കെ, ഇഫ് ഷീ ഫെയിൽ ടു പേ ദ ജാക്കറ്റ് വിൽ ബി ഗിവൻ ടു ജോൻ. അല്ലെ, അവൾ അതിന് ഫെയിലിയർ ആവുകയാണെങ്കിൽ ജാക്കറ്റ് ആർക്ക് കൊടുക്കും, അടുത്ത വ്യക്തി ആയിട്ടുള്ള ജോവാന് കൊടുക്കും എന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് വൺ ഇൻ ദ ലൈൻ, അടുത്ത ലൈനിൽ നിൽക്കുന്ന ജോൻ. ഓക്കെ, ഷീ വെന്റ് ഹോം വിത്ത് എ ബ്രോക്കൺ ഹേർട്ട് ആൻഡ് ടോൾഡ് ദ മാറ്റർ ടു ഹെർ ഗ്രാൻഡ് ഫാദർ. അവളുടെ പൊട്ടിത്തടഞ്ഞ ഹൃദയമായിട്ട് അവൾ വീട്ടിലോട്ട് പോയി അവളുടെ ഗ്രാൻഡ് ഫാദറിനോട് കാര്യം പറഞ്ഞു. He explained to her that it would be a scholarship jacket if they had to pay for it. അവളുടെ മുത്തശ്ശൻ അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താന്നുള്ളതും അതൊരിക്കലും പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല എന്നുള്ളതും. അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല അത്. നെക്സ്റ്റ് ഡേ മാർത്ത അപ്രോച്ച് ദ പ്രിൻസിപ്പാൾ. ഹി സീംഡ് വെരി സാഡ് ആൻഡ് വിഡ്രോൺ. അല്ലെ, അടുത്ത ദിവസം പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി മാർത്ത ചെന്നു. വളരെ ദുഃഖിതനായിട്ടും ഒരു നിരാശനായിട്ടുമാണ് കണ്ടത്. ഷീ ഷോൾഡ് ദ പ്രിൻസിപ്പാൾ ഷീ told the principal what her grandfather had said. അല്ലെ, അവള് പ്രിൻസിപ്പാളോട് അവളുടെ മുത്തശ്ശൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം പറഞ്ഞു. As she was about to leave, അവൾ അത് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ the principal made an unexpected announcement. She said that she was going to make an exception. അവൾക്ക് ഒരു പ്രത്യേക പരിഗണന തരാമെന്നുള്ള പ്രിൻസിപ്പാളിന്റെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് അവൾ കേട്ടത്. ആൻഡ് ഷീ വുഡ് ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അവൾക്ക് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈ വർഷം കൊടുക്കും. ഹെർ ജോയ് ന്യൂ നോ ബോൺസ്. അവളുടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു അവളുടെ സന്തോഷം എന്ന് പറയുന്നത്. ഷീ റൺ ഹോം. അവൾ വീട്ടിലോട്ട് ഓടി. told her grandfather the great news of her victory. അവളുടെ വിജയത്തിന്റെ, വിക്ടറി മീൻസ് വിജയം, അവളുടെ വിജയത്തിന്റെ ആ ഒരു ന്യൂസ് അവൾ അവളുടെ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. ഹി ന്യൂ ദാറ്റ് ഇറ്റ് വാസ് എ റിക്കഗ്നേഷൻ ഓഫ് ഹെർ ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്ടേഷൻ. അല്ലെ, അവളുടെ എക്സ്പെക്ടേഷന്റെയും അതുപോലെ അവളുടെ ഹാർഡ് വർക്കിന്റെയും റിസൾട്ട് ആണ്, അതിനുള്ള അംഗീകാരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു. ആൻഡ് ഹി പാറ്റഡ് ഓൺ ഹെർ ഷോൾഡർ ആൻഡ് സ്മൈൽഡ് ഹേർട്ട്ലി. അദ്ദേഹം അവളുടെ ഷോൾഡറിൽ ഇങ്ങനെ പാറ്റ് ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ ജസ്റ്റ് ഒന്ന് അവളെ എന്ത് ചെയ്തു, അഭിസംബോധന ചെയ്തു പറയുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാറ്റ് ചെയ്തു കൊടുത്തു. ഓക്കെ, ആക്ടിവിറ്റി 7. Martha is awarded the scholarship jacket by the vice chancellor of the university. Prepare the news report of the award ceremony. അല്ലെ മക്കളെ, അപ്പൊ അങ്ങനെ അവാർഡൊക്കെ കിട്ടി, സ്കോളർഷിപ്പ് ജാക്കറ്റിന് അവാർഡ് കിട്ടി. അത് എന്ത് ചെയ്യാണ്, അതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഇങ്ങനെ അടിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ അവൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തത് വൈസ് ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. അതും കൂടെ ഓർക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആകുമ്പോൾ എന്ത് വേണം, നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെഡിങ് വേണം. അല്ലെ, അത് നല്ല ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുകൊണ്ട് കേട്ടോ. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ മാർത്ത വിൻ സ്കോളർഷിപ്പ് ജാക്കറ്റ്, അതാണ് ഫസ്റ്റ് ഹെഡിങ്. അല്ലെ, ദെൻ സ്റ്റാഫ് റിപ്പോർട്ടർ കാലിഫോർണിയ മാർച്ച് 31 ഇങ്ങനെ ഉണ്ടാവും. അല്ലെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ. In a function held here, Martha, student of the 8th grade, was awarded the prestigious സ്കോളർഷിപ്പ് ജാക്കറ്റ്. അല്ലെ, ഫംഗ്ഷനിൽ വെച്ചിട്ട് മാർത്തക്ക് എന്താണ് കൊടുത്തത്, സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തു. ഇറ്റ് ഈസ് എ ട്രഡീഷൻ ഓഫ് ദ ടെക്സസ് സ്കൂൾ ടു പ്രസന്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ടു ദ ക്ലാസ് വാലഡിക്ടോറിയൻ. അല്ലെ, ടെക്സസ് സ്കൂളിന്റെ പരമ്പരാഗതമായിട്ട് വരുന്ന ഒരു രീതിയാണ് ഈ വാലഡിക്ടോറിയൻ എന്ന് പറയുന്നത്. അല്ലെ, ഏറ്റവും മികച്ച മാർക്ക് കിട്ടിയ കുട്ടിക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റ്. മാർത്ത ഇസ് എ സ്റ്റുഡന്റ് ഹു ഹാസ് മെയിൻറ്റെയിൻ ദ ഹയസ്റ്റ് ഗ്രേഡ് ഫോർ 8 years. മാർത്ത എന്ന് പറയുന്ന കുട്ടി 8 വർഷമായിട്ട് ഹയസ്റ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
The scholarship jacket has a big gold S on the left front side and award is the name written in the gold letter on the pocket. അല്ലെ, സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ഒരു സൈഡില് S എന്ന് കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ തൊട്ട് താഴെ ഗോൾഡ് കളറില് അത് കിട്ടുന്ന കുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ടാവും. It was my dream of for quite some years, said Martha. മാർത്ത പറഞ്ഞു, ഒരുപാട് വർഷത്തെ എന്റെ ഒരു ആഗ്രഹമാണ് ഇത്. I could hardly believe my ears, she added. എന്റെ ചെവി, എനിക്കിത് എന്താണ്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എനിക്കിത് ഈ സന്തോഷം എനിക്ക് അറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറം. അത് ആ പ്രസംഗത്തിൽ നമ്മളിങ്ങനെ പറയില്ലേ, പ്രസംഗിക്കുമ്പോൾ ഇതിന്റെ 2 വേർഡ്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക, മാർത്ത പ്രസംഗത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, the school management said that there was a tight competition this year and they were really satisfied they were able to award the prize so deserving candidate. സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു ഇപ്രാവശ്യം വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു, മത്സരമായിരുന്നു, എന്നിരുന്നാൽ പോലും അത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയതിൽ അവരൊരുപാട് ഹാപ്പിയാണ് എന്ന്, അത് അവരൊരുപാട് സാറ്റിസ്ഫൈഡ് ആണ് എന്ന്, അവർക്ക് ഒരുപാട് സംതൃപ്തി ഉണ്ട് എന്നും അവര് പറഞ്ഞു. ഇത്രയുമാണ് ഇതിൽ ആക്ടിവിറ്റീസ് അല്ലെ. ഇനിയും ഉണ്ട് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് പാർട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കുക. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റീസ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.